ഗൈസ് ഇന്ന് ഒരു ബർത്ത്ഡേ വ്ളോഗാണ്. ഈ പുഷ് പഠിക്കുന്ന നമ്മുടെ നാസിമിക്കയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അങ്ങനെ ഞങ്ങൾ തലേദിവസമേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ കേക്ക് കട്ടിംഗ് ഒക്കെ നമുക്ക് സർപ്രൈസ് ആയിട്ട് പ്ലാൻ ചെയ്യാനൊക്കെ. അപ്പോൾ അതിൻ്റെ അകത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. കുറച്ച് രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഫസ്റ്റ് തന്നെ ഇന്ന് ഈവനിങ് ഞങ്ങളുടെ ഒരു 10 പേര് അടങ്ങിയ ഒരു ചെറിയൊരു ഒരു ഗ്രൂപ്പുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും സാധാരണ വരാറുള്ളത് ഒരു 8:30 തൊട്ട് 10 മണി വരെ. ഈ ഒരു ടൈമിനാണ് നമ്മൾ ചൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ ഈ ടൈമിൽ വരാൻ വേണ്ടി പുള്ളിക്കാരനോട് ഞങ്ങൾ പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ തലവേദന. അങ്ങനെ ലാസ്റ്റ് കുറച്ച് മുടയൊക്കെ കാണിച്ചെങ്കിലും ലാസ്റ്റ് പുള്ളിക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്കൊരു ലഡുവും ഒരു മുട്ടായി ആയിട്ടൊക്കെയാണ് വന്നത്. അത് കഴിഞ്ഞ് എന്താണേലും ഇന്ന് ബർത്ത്ഡേ ആണല്ലോ, അപ്പം നമുക്കൊരു പണി കൊടുക്കാമെന്ന് വിചാരിച്ച് ആശാൻ ഒരു മുട്ടൻ പണി കൊടുത്തു ഗൈസ്. ഒരു 100 തവണ പുഷ് പിടിക്കാൻ പറഞ്ഞു. പാവം അത് എന്താണ് മടി കൂടാതെ അത് ചെയ്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ക്ഷീണമൊക്കെ തോന്നിയെങ്കിലും അവരാരും അത് ഫിനിഷ് ആക്കാതെ മാറാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പൂർവാതീതം ശക്തിയോടെ നമ്മുടെ നാസിമിക്ക അത് ഫുൾ ഫിനിഷ് ആക്കുന്ന രംഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പുള്ളിക്കാരൻ തലവേദനയാണ് പോവുകയെന്നൊക്കെ പറഞ്ഞിരുന്ന് ഇറങ്ങിയ മനുഷ്യനെയും കൊണ്ട് ഞങ്ങൾ കേക്ക് മുറിപ്പിക്കുകയാണ്. അത് സർപ്രൈസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും കാണുക. അപ്പം ഞങ്ങളുടെ ഈ ഒരു സർപ്രൈസ് ബർത്ത്ഡേ സെലിബ്രേഷൻ എല്ലാവർക്കും ഇഷ്ടമായോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് നമുക്ക് ആദ്യം ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഒരു 9:30-10 മണി അടുത്തായപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് ഞങ്ങൾ ഈ ഒരു കേക്കിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ കാണാം. അവൻ തന്നെ കത്തിച്ചോട്ടെ. അല്ല ഒരു വെറൈറ്റി ചേഞ്ച് ആയിക്കോട്ടെ. അവൻ തന്നെ കത്തിച്ചോട്ടെ. വരുവോ? അവൻ ഇരുത്താൻ വേറെ സ്റ്റൂളുണ്ടോ? കുഞ്ഞുമൊരു ഫോട്ടോ ഇട്ടത്തില്ല. മനസ്സിലാക്കാനുള്ള പിടിച്ചോ കാലത്തില്ല. ഇതെന്താ ഇരുട്ട് മുറിയോ? കറണ്ട് പോയോ? മോനെന്താ സ്കൂട്ടർ ഉള്ളത്? ആ മോനെന്താ സ്കൂട്ടറില് നിന്നെ നീ മോനെന്താ സ്കൂട്ടറുള്ളത്? പിന്നെ നീ ഇന്ന് മുതലേ അത് പറഞ്ഞു
കമ്മിറ്റി പ്രസിഡന്റ് വളരെ എടാ നീ എടുക്കുന്നുണ്ടോ? ഉണ്ടല്ലോ. ആ ഓക്കെ അപ്പം ഭയങ്കര ഹാപ്പി ആക്ച്വലി നമ്മളാണ് ആദ്യം ഉണ്ണിയാണോ അതുമല്ല എല്ലാം കിട്ടുന്നുള്ളൂ. ആ അമലാശം പോ അമലാശം പോ എടാ നിന്റെ മോത്തെ ഇപ്പൊ കാണണ്ടായോ പോ ഗൈസ് അമലാശം ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് തരാം വീഡിയോ എടുക്കാം അപ്പോഴത്തേക്ക് പോയി കാഴ്ച കാഴ്ച ഇല്ല എടിക്ക് 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 തീർന്ന് ഇനി ആ പേപ്പർ കൂടെ എടുത്തോ. ആ കഴിച്ചോ കഴിച്ചോ. അതൊന്നും പറയണ്ട ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ഫീലിംഗ് ശരിക്കും സർപ്രൈസ് ആയോ? പിന്നല്ലാണ്ട് സത്യമായിട്ട് ഏറ്റു പിന്നെ അതിനിടക്ക് നൈസായിട്ട് എന്നെ വിളിച്ചുണ്ടോ ഒരു സർപ്രൈസ് ഉണ്ടേ പിന്നെ എന്ത് വേണം അങ്ങനെ കേക്ക് കട്ടിയൊക്കെ കഴിഞ്ഞ് ആശ ഞങ്ങൾക്ക് ലഡുവും പിന്നെ മുട്ടായിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് നേരെ നമുക്കൊരു കോഫി കുടിച്ചാലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നപ്പം ഏത് കടയിൽ പോകുമെന്നായി അടുത്ത ചർച്ച. അങ്ങനെ ലാസ്റ്റ് ചർച്ചയ്ക്കൊടുവിൽ ഞങ്ങൾ ഒരു കട ചൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ നമ്മുടെ NGA ക്വാർട്ടേഴ്സിൻ്റെ അകത്ത് തന്നെയാണ് കേട്ടോ ഈ ഷോപ്പ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ മൂൺലൈറ്റ് കഫേ ഒരു 24 hours ഓണായിട്ടുള്ള ഒരു കഫേയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ ലഡുവൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞു. ഇങ്ങനെ ജസ്റ്റ് എന്തെങ്കിലും ഒരു ചായയോ കോഫിയോ എന്തെങ്കിലുമൊക്കെ കുടിക്കാമെന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഇതിന് തൊട്ടപ്പുറത്തുള്ളൊരു ഷോപ്പിൽ കയറാമെന്നുള്ള പ്ലാനിങ് ആയിരുന്നു. അവിടെ ചെന്നപ്പോൾ അത് ക്ലോസ് ആയതുകൊണ്ട് ഞങ്ങൾ ഇപ്പുറത്തെ കടയിൽ നിന്ന് കോഫിയൊക്കെ ഓർഡർ ചെയ്തിട്ട് നിൽക്കുന്ന നിപ്പാണ് ഗൈസ് ഇത്. ഇവിടെ ഈ മരങ്ങളൊക്കെ കണ്ടു നല്ല രസമില്ലേ കാണാൻ വേണ്ടി. അതിൻ്റെ ചുറ്റിനും ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു നൈറ്റ് വൈബ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ കഫേ 24 hours ഓണാണ്. എപ്പോൾ ചെന്നാലും അവിടെ കോഫി, ജ്യൂസ് ഐറ്റംസ്, പിന്നെ ഷെയ്ക്കുകൾ എല്ലാം തന്നെ ഉണ്ട്. ഈ കഫേയുടെ അകം കണ്ടോ നല്ല രസമില്ലേ? പ്രത്യേക ഒരു ആംബിയൻസ് ഒക്കെയാണ്. ബർത്ത്ഡേ ഒക്കെ നടത്താൻ പറ്റിയ രീതിയിലുള്ള ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കണ്ടപ്പോൾ നല്ലൊരു രസം തോന്നിയപ്പോൾ ഞാൻ വീഡിയോ എടുത്താണ്. എന്താണ് നൈസ് വൈബായിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഒരു കോഫിയൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബർത്ത്ഡേ പറ്റി എന്തൊക്കെയായിരുന്നു സർപ്രൈസൊക്കെ ഏറ്റവും ഇല്ലയോ എന്നൊക്കെ നമുക്ക് ബർത്ത്ഡേക്കാരനോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, വേറെ എന്തൊക്കെയായിരുന്നു ഇതിനെ കുറിച്ച് എന്താണ്? ഇത് ഒരു വലിയ ഇതാണ്. ആരും ഒന്നും എന്നോട് എന്താണ് ഇതുപോലെ ഈ ഭ്രാന്ത പോലും പറഞ്ഞില്ല. ഇവനറിയായിരുന്നല്ല എന്നെ വിളിച്ചു, എടാ നീ എവിടെയാണ്? ഞാൻ ചേച്ചിടും. അപ്പൊ നീ വന്നോട്ടാന്ന് പറഞ്ഞു. ഇതുപോലെ വേണമെന്ന് ഒന്നും പറഞ്ഞില്ല. അതിനിടയ്ക്ക് എന്നെ ഒരാൾ വിളിച്ചുണ്ട് പുറത്തോട്ട്. എന്ത് വേണം? ഭയങ്കര ആക്ടിങ്, നാച്ചുറൽ ആക്ടിങ് ആയിരുന്നു. ചേച്ചിനെ വിളിക്കാനും പറ്റില്ല. മറ്റേ മതിയോട് കഴിക്കാൻ വേണ്ടി വിളിക്കാൻ എന്ത് വേണമെന്ന് നമ്മളൊന്നും വേണ്ട. വിളിച്ചോണ്ട് പോയതാരാ? ഇതേ വിളിച്ച നാച്ചുറൽ ആക്ടിങ് ലെവൽ 2. പിന്നെ ചേച്ചിയാണിത് പ്ലാൻ ചെയ്തെന്നു. അതെ കേട്ടിട്ടുണ്ട്. കറക്റ്റ് സുമതി വളവ്. അടുത്ത ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച ആശാമാര് ജിമ്മിലെ നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാർ ആർക്കെല്ലാം ഹെൽത്ത് ഉണ്ടോ? പിന്നെ ഒരു വക്കീലും കൂടെ വന്നിട്ടുണ്ട്. ലോ പോയിന്റ് എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചു. അടുത്ത ബർത്ത്ഡേ നീ എങ്ങനെ
എങ്ങനെ വേണമെന്നാണ് ഞാൻ ഞങ്ങൾ എങ്ങനെ കാണിച്ചു ഓക്കെ അതൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾക്കുള്ള നിന്റെ ബർത്ത്ഡേ ട്രീറ്റ് എപ്പോഴാണ്? അതൊരു ചോദ്യം, അതൊരു വലിയ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുക. അത് ആ ഇവന്റെ ബർത്ത്ഡേ അടുത്ത മാസം അല്ല നിന്റെ ബർത്ത്ഡേ അതാ പറഞ്ഞ അത് വേറെ ചെയ്യും. എന്റെ ബർത്ത്ഡേ കാര്യം ചോദിക്കുമ്പോ ബീന്റെ ബർത്ത്ഡേ അടുത്ത മാസമാണെന്ന് പറയാനല്ല ഞാൻ പറഞ്ഞത്. അത് കൊളാബ് ചെയ്യുന്നു. നോ കൊളാബറിക്കേഷൻ. അങ്ങനെയാണെങ്കിൽ 4 മാസം കഴിഞ്ഞുള്ള എന്റെ ബർത്ത്ഡേ ഞാൻ ഇതിന്റെ അകത്ത് കൊളാബ് ചെയ്യും. അതില് പറ്റില്ല, അത് പറ്റില്ല. ഓലൻ വന്നു, കാളൻ വന്നു, 2 പായസം വന്നു, വയറ് നിറഞ്ഞു. ആശാന് കട്ടൻ ഇത് അവന്റെ കെട്ടതൊന്നുമില്ല. ഇത് നമ്മള് പൈസ, ഇതിന്റെ പൈസ നമ്മൾ തന്നെ കൊടുക്കേണ്ടി വരും. അവന്റെ കെട്ടതൊന്നുമല്ല. ഇത് അപ്പനാ ഞാൻ കട്ടൻ പറഞ്ഞില്ലല്ലോ, പാൽച്ചായ പറഞ്ഞു. ഞാൻ തിന്നാ കൂട്ടും. അടുത്ത പിന്നെ കൂൾ വാട്ടറാലും ഉണ്ടല്ലോ. എല്ലാവർക്കും സ്ട്രോങ് അല്ലേ? പക്ഷെ ഇതെല്ലാം സെയിം അല്ലല്ല, ഏതൊരു അത് വേപ്പിലിട്ടുണ്ട്. അതെ. ഇതിലിപ്പോ എന്ത് വേണം നിന്റെ ചായ, സ്ട്രോങ് ചായ. പിരിയും. എല്ലാരും ബിയർ അടിച്ചിട്ടാണ്, പൊന്മാൻ ബിയറാണ്. മറ്റൊരു സിനിമയില് മാമൻ പെണ്ണ് കാണാൻ പോകുമ്പോ എന്താ മാമ ഉച്ചക്ക് അടിക്കുന്നത്? ആ തമാശക്ക് ഒന്ന് ചിരിക്കേണ്ടതാണ്. എല്ലാവരും ഒന്ന് ചിരിച്ച് സഹായിക്കാവോ? ഒന്ന് ചിരിച്ച് സഹായിക്കാവോ പ്ലീസ്, പ്ലീസ്. ഹലോ ശബ്ദത്തിൽ കിട്ടില്ലടോ. അതേപോലെ അത് വെള്ളം. പഴംപൊരി വന്നു. ഇങ്ങനെ ഉണ്ടെന്നില്ലല്ലോ. എങ്ങനെ പറയണോ? ശരിയാവണില്ല. അതെ എല്ലാവരും ഈ ചായയിൽ കേട്ടത്. ചൂണ്ട് വരാൻ, ചെറു വരാൻ, വടക്കത്തിന്റെ എല്ലാരും ചേഴ്സ് അടിക്കും, ചേഴ്സ് അടിക്കും ഗൈസ്, ചേഴ്സ് അടിക്കും. എന്താ തുളസിയാ? അതിന്റെ സ്പെഷ്യലാ. പന്തല് പക്ഷഭേദം പാടില്ല. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും പച്ചല്ലേ മുറിച്ചു കൊടുക്കണേ മീൻ്റെ എടുത്തിട്ട്. മീൻ്റെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഗൈസ് അങ്ങനെ ഞങ്ങള് കോഫിയൊക്കെ കുടിച്ച് കുറേ നേരം സംസാരിച്ച് എന്തിനെ പറ്റിയാണ് എന്നൊന്നും ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയില്ല. 4 ആൾ കൂടുമ്പോൾ സംസാരിക്കുന്നതായിട്ടുള്ള ചെറിയ ചെറിയ തമാശകളും കാര്യങ്ങളൊക്കെ സംസാരിച്ച് രസമാണ്. എല്ലാവരോടും ഇങ്ങനെ കൂടുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്. അപ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഒന്നിച്ച് കൂടാനും സംസാരിക്കാനും എടുക്കാനും ഒക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇനിയും വീട്ടിലേക്ക് പോവുകയാണ്. ഇപ്പം തന്നെ സമയം ഒരുപാടായി. അങ്ങനെ നല്ലൊരു ബർത്ത്ഡേ ആഘോഷമൊക്കെ കഴിഞ്ഞു ഗൈസ്. പുള്ളിക്കാരൻ ഭയങ്കര ഹാപ്പിയായി. കാരണം സർപ്രൈസായിട്ട് ഞങ്ങൾ കൊടുത്തൊരു ചെറിയൊരു ഗിഫ്റ്റായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും പോവുകയാണ് ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ വീഡിയോ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കേണ്ടതാണ്. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ, സീ യു.